ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാവിലെയാണ്, ഏകദേശം 7 മണിയായി. അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചു. നമ്മുടെ നാടും നാട്ടുകാരും പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ വീടും നാടും ഒക്കെ ഉണരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ അതിരാവിലെ അടുക്കളയിൽ കയറും. അതുപോലെ തന്നെ അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദവും കുക്കറിന്റെ ശബ്ദവും മിക്സിയുടെ ശബ്ദവും അങ്ങനെയാണ് നമ്മുടെ വീട് ഉണരുന്നത്. എന്നാൽ നമ്മുടെ നാട് എങ്ങനെയാണ് ഉണരുന്നത്? ആരാണ് നമ്മുടെ നാടിനെ ഉണർത്തുന്നത്? എന്താ സംശയം? ഏതു മിന്നൽ പണിമുടക്കിനും പിടികൊടുക്കാത്ത ആൾക്കാർ തന്നെ. അതില് പാൽക്കാർ, പത്രക്കാർ, മീൻ വിൽപ്പന നടത്തുന്നവർ, പലചരക്ക് കച്ചവടക്കാര്, അങ്ങനെ ഇവരിൽ മാത്രം ഒതുക്കണ്ട കേട്ടോ. നമ്മുടെ റോഡും പരിസരമൊക്കെ ശുചിയാക്കിക്കൊണ്ടിരിക്കുന്ന നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ തൊട്ട് ആക്രി പെറുക്കി ഉപജീവനം കണ്ടെത്തുന്നവർ വരെ ഇതിൽ പെടും. അതുപോലെ തന്നെ രാവിലെ നേരത്തെ ജോലിക്ക് ഇറങ്ങേണ്ടി വരുന്നവരും വളരെ നേരത്തെ സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നവരും എല്ലാവരും രാവിലെ നമ്മുടെ നാടിനെ ഉണർത്തുന്നവരാണ്. എന്ത് തന്നെ ആയാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് കോട്ടയ്ക്കുള്ളിലെ ഹനുമാൻ ടെമ്പിളിലേക്കാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം അത്യാവശ്യം തിരക്കുകളും കുറവാണ്. ചുരുക്കം ചില പ്രൈവറ്റ് വാഹനങ്ങളും അതുപോലെ തന്നെ ബസ് സർവീസുകളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ കോട്ട മൈതാനത്തെത്തി. മൈതാനത്തിന്റെ പുറത്തോടെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിസരത്തുള്ളവർ ഇവിടെയുള്ള നടപ്പാത രാവിലെ നടക്കാനാണെങ്കിലും ജോഗിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിലും അവരത് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. ഇത് പാലക്കാടിന്റെ ഹൃദയഭാഗമാണ്. രാഷ്ട്രീയം, സാഹിത്യം, കല, സ്പോർട്സ് അങ്ങനെ എല്ലാ പൾസും ഇവിടെയാണ് തുടങ്ങുന്നത്. ശാരീരിക ആരോഗ്യം കാത്തുസൂക്ഷിക്കാനായി പ്രായഭേദമന്യേ ഇവിടെ എത്തുന്നവരാണ് ഭൂരിഭാഗം പേരും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കോട്ട മൈതാനം. കേവലം ഒരു വാമപ്പിന് പുറമെ തന്നെ പാലക്കാട്ടിലെ പ്രസിദ്ധമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലവിധ ഫോഴ്സ് റിക്രൂട്ട്മെന്റിനായിട്ടുള്ള ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള മോർണിംഗ് ആണ് ഇവിടെ. നമുക്ക് കോട്ടയിലേക്ക് കടക്കാം. അമ്പലത്ത് പോവുകയാണ്. അപ്പോൾ കുറച്ച് പൂവൊക്കെ തലയിൽ ചൂടുന്നത് വളരെ നല്ലതാണ്. പക്ഷെ വില അല്പം കൂടുതലാണ്. എങ്കിലും നമുക്ക് വാങ്ങിയേ പറ്റൂ. കോട്ടയ്ക്കകത്തും പുറത്തുമായിട്ട് തിരക്കുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതലായിട്ടും രാവിലെ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരുടെയും രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരുടെയും തിരക്കാണ്. ഇവിടെ വരുന്നവരെല്ലാം കോട്ടയുടെ ഭംഗി ആസ്വദിച്ച് കുറച്ചു നേരം നിൽക്കാറുണ്ട്. ഇവിടെ കിടങ്ങുകളിൽ നിറയെ ആമകളും മീനുകളും നമുക്ക് കാണാം. കോട്ടയ്ക്ക് അകത്തേക്കുള്ള വഴി റൈറ്റ് സൈഡിലാണ്. നേരെ പോകുന്നത് കോട്ടയ്ക്കുള്ളിലൂടെ വാക്കിങ്ങിനും ജോഗിങ്ങിനൊക്കെ ഉള്ള ഒരു സ്പേസാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. കോട്ടയ്ക്കുള്ളിലെ വഴിയിലൂടെ തന്നെയാണ് അമ്പലത്തിലേക്കും കിടക്കുന്നത്. എൻട്രൻസിൻ്റെ മുന്നിലായിട്ട് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ കോട്ട സംരക്ഷിത സ്മാരകമാണ് എന്നാണ്. ഇവിടെ വരുന്ന സന്ദർശകർ ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾ വരുത്തിയാൽ 1,00,000 രൂപയോ അതല്ലെങ്കിൽ 2 വർഷം വരെ തടവോ ലഭിക്കുന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് കടക്കാം. ഇത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ 6 മണി തൊട്ട് പൂജകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ. നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി വാഹനങ്ങളുടെയോ മറ്റു തിരക്കുകളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനും കുറച്ചു നേരം ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വാതിലാണ് കോട്ടയ്ക്കുള്ളിലേക്കുള്ളത്.
ഞങ്ങളങ്ങനെ മനസ്സ് നിറഞ്ഞ് തൊഴുതു കേട്ടോ. നമ്മളിങ്ങോട്ട് വരുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന സംഘർഷങ്ങളും വിഷമങ്ങളും എല്ലാം ഇവിടെ ഇറക്കി വെച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു പോവുക. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്.